ടോബി, ഗുഡ് മോർണിംഗ്. പ്രചാരണ വാഹനത്തിന്റെ അകത്ത് കയറിയല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്, പറയൂ. ജോർജിന്റെ പ്രചാരണ വാഹനത്തിലാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്രാൻസിസ് ജോർജിന്റെ വാഹനത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഇന്ന് ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ്. നമുക്കറിയാം കേരള കോൺഗ്രസുകാർ പരസ്പരം പോരാടുന്ന ഒരു മണ്ഡലമാണ്. ഇന്ന് പുതുപ്പള്ളിയിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, അതായത് യു ഡി എഫിന്റെ കോട്ടയാണ് പുതുപ്പള്ളി, അവിടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. എന്നാൽ എൽ ഡി എഫിന്റെ കോട്ട എന്ന് പറയുന്ന ഏറ്റുമാനൂരാണ്. അവസാനത്തെ ദിവസത്തെ പോരാട്ടത്തിന് ഫ്രാൻസിസ് ജോർജ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ചേട്ടാ, എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ അവസാന ഘട്ടത്തിൽ? ആത്മവിശ്വാസമുണ്ട്? വലിയ ആത്മവിശ്വാസമാണ്. എന്നോടൊപ്പം യു ഡി എഫ് നേതാക്കന്മാരും. നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. എന്തായാലും അദ്ദേഹം ഒന്ന് കൃത്യമായി നിൽക്കാൻ വേണ്ടി കേരള കോൺഗ്രസ് എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു കേരള കോൺഗ്രസ് തമ്മിലുള്ള മത്സരം എന്ന് ഇത് കാണുന്ന ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്. ഇത് യു ഡി എഫ് എൽ ഡി എഫ് മത്സരമാണ്. അതിൽ യു ഡി എഫിന് കൃത്യമായ മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയക്കാരനുമില്ല. വ്യക്തി അധിക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ. അതെ, അത് ഈ ശബ്ദം കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു പോരാട്ടത്തിന്റെ എല്ലാ ആവേശവും നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് കോട്ടയം. കേരള കോൺഗ്രസുകൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് ജോർജ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നു. തോമസ് ചാഴിക്കാടിനുണ്ട്. എന്തായാലും അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. എങ്ങനെയാണ് ആത്മവിശ്വാസം? വലിയ ആത്മവിശ്വാസം തന്നെയാണ്. എന്നോടൊപ്പം യു ഡി എഫിന്റെ നേതാക്കന്മാരാണ്, ജനപ്രതിനിധികളാണുള്ളത്. ശ്രീ ജി ഗോപകുമാർ KPCC വൈസ് പ്രസിഡന്റാണ്. അങ്ങനെ അവരോടൊപ്പമാണ് ഞാൻ പോകുന്നത്. വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല മികച്ച വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വ്യക്തി അധിക്ഷേപങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ലഭിച്ചില്ലെന്ന് പറയുന്നു, ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? വളരെ നിർഭാഗ്യകരമാണ്. അങ്ങനെ വ്യക്തിപരമായി ആരെ അധിക്ഷേപിക്കാം. ഞാൻ ആരെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളാകാം, നയങ്ങളെക്കുറിച്ച്, പരിപാടികളെക്കുറിച്ചൊക്കെ ആകാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തുടക്കം മുതൽ തന്നെ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അവർക്ക് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വ്യക്തിപരമായി ആക്രമിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കുകയാണ്. രാഹുലിന്റെ പിന്തുണ അവർക്കാണെന്ന് പറയുന്നു. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞാൽ വളരെ അത്ര ഒരു രീതിയിലേക്ക് എന്റെ സ്നേഹിതന്മാർ പോകുന്നത് എനിക്ക് തന്നെ വിഷമമുണ്ടാ കാര്യത്തിൽ. കാരണം അവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണല്ലോ. സഹോദര തുല്യം കാണുന്നവർ ഇതുപോലത്തെ വിട്ടിത്തരം ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അപഹാസ്യരാകുന്നത് ശരിയല്ല. അതാണ് പറയുന്നത്. എന്തായാലും വ്യക്തി അധിക്ഷേപങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ പിന്തുണ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാണ് ഈ മണ്ഡലത്തിൽ. അതിന്റെ എല്ലാ